എത്ര പറഞ്ഞാലും കേട്ടാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികളെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്രദ്ധ മൂലം ഒരു യുവാവിന്റെ ജീവൻ കൂടി ഇവിടെ നഷ്ടമായിരിക്കുകയാണ്. ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കാൻ പോലും ആരും കൂട്ടാക്കുന്നില്ല എന്ന് പറയുന്നത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ട്രെയിനിൽ പതിയിരിക്കുന്ന ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. കാരണം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം. പത്തനംതിട്ട വെച്ചൂച്ചിറ കുമ്പിത്തോട് വേഴക്കാട് വിശ്വനാഥന്റെ മകൻ വിനീത് എന്ന 32-കാരനാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത്. മംഗലാപുരത്തു നിന്നും അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലി കഴിഞ്ഞ് നാട്ടിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു വിനീത് അടങ്ങുന്ന 5-അംഗ സംഘം. സുഹൃത്തുക്കൾ ഒന്നിച്ച് വളരെ സന്തോഷത്തോടെയായിരുന്നു നാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നത്. തുടർന്ന് വെളുപ്പിന് ഏകദേശം 3:30യോടുകൂടി ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടതിനു ശേഷം വിനീത് സുഹൃത്തുക്കളോട് ഒന്ന് ശുചിമുറിയിൽ പോയി വരാമെന്ന് പറയുകയും തുടർന്ന് അവിടെ നിന്നും പോവുകയുമായിരുന്നു. എന്നാൽ ശുചിമുറിയിൽ പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതോടെയാണ് സുഹൃത്തുക്കൾ യുവാവിനെ അന്വേഷിച്ചു ചെല്ലുന്നത്. തുടർന്ന് ശുചിമുറിയിലും പരിസരത്തുമെല്ലാം യുവാവിനെ സുഹൃത്തുക്കൾ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനിടയിലാണ് ട്രെയിനിലെ ഒരു യാത്രക്കാരൻ തുറന്നുകിടക്കുന്ന വാതിലിലൂടെ ഒരാൾ പുറത്തേക്ക് വീഴുന്നത് കണ്ടുവെന്ന് ഇവരോട് പറയുന്നത്. ഇതോടെ സുഹൃത്തുക്കൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും റെയിൽവേ പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു. കൂടാതെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും വിനീതിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇന്ന് കോഴിക്കോട് നല്ലണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെയിൽവേ ട്രാക്കിലെ കുറ്റിക്കാട്ടിൽ നിന്നുമാണ് മൃതദേഹം ലഭിച്ചത്. ട്രെയിനിലെ ശുചിമുറിയിലേക്ക് പോകാനായി വാതിലിന്റെ സമീപമെത്തിയപ്പോൾ യുവാവ് പുറത്തേക്ക് തെന്നി വീണ് മരണം സംഭവിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സമീപകാലങ്ങളിലായി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീണ് ഇത്തരത്തിലുള്ള നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മിക്കവാറും വേഗതയിൽ പോകുന്ന ട്രെയിനുകൾ പാലങ്ങളിലൂടെയോ അല്ലെങ്കിൽ വളവുകളിലൂടെയോ പോകുമ്പോൾ ആടിയുലയാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്താണ് നമ്മൾ ശുചിമുറിയിലേക്ക് പോകുന്നത് എങ്കിൽ തുറന്നു കിടക്കുന്ന വാതിലിന് സമീപമെത്തുമ്പോൾ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ശുചിമുറിയുടെ സമീപത്തേക്ക് പോകുന്നവർ ട്രെയിനിന്റെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് മാത്രം പോകാനായി ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രെയിനിലെ വാഷ് ബേസ് ഉപയോഗിക്കുമ്പോഴും വാതിൽ അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം വളവുകളിലൂടെയും പാലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇന്ത്യൻ പരിസ്ഥിതിയിലുള്ള ട്രെയിനുകളിലെ തുറന്നിട്ട ഡോറുകൾ അടഞ്ഞു പോകുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇത് മനസ്സിലാക്കി റെയിൽവേ ഇതുവരെയും ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നത് ഏറെ ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു കാര്യവുമാണ്. ഡോറിന് മുന്നിലായി മുന്നറിയിപ്പ് ബോർഡ് എഴുതിവെച്ചതുകൊണ്ട് മാത്രം തീരുന്നതല്ല ഈ വിഷയത്തിലെ റെയിൽവേയുടെ ബാധ്യത. അതുപോലെ തന്നെ റെയിൽവേയുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാനായി നമ്മൾ യാത്രക്കാരും ബാധ്യസ്ഥരാണ്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക തന്നെ വേണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.